ഫെബ്രുവരി മാസത്തിലും പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായി തന്നെയാണ് രാജ്യത്ത് തുടരുന്നത്. ജനുവരിയിലും ഫെബ്രുവരിയിലുമൊക്കെ പണപ്പെരുപ്പം 5.1% എന്ന നിരക്കിൽ പിടിച്ചു നിർത്താനായി എന്നത് കേന്ദ്ര സർക്കാരിന്റെ നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ഭക്ഷ്യോൽപ്പന്ന വിലയിൽ നാമമാത്ര വർധനവ് മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലാണ് ഇപ്രകാരം പണപ്പെരുപ്പ നിരക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധ്യമാകുന്നത് എന്നതിൽ തർക്കമില്ല. എന്നാലും പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ശക്തമായ നടപടികൾ ഇടക്കാല ബജറ്റിലും കൈക്കൊണ്ടിരുന്നു. ഐസൻ, എന്തായാലും വലിയ നേട്ടമാണ്. കാരണം ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ വികസിത രാജ്യങ്ങൾ പോലും പണപ്പെരുപ്പത്തിൽ ഉഴലുന്ന ഈ ഒരു അവസരത്തിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാണ്, പിടിച്ചു നിർത്താനാവുന്നുണ്ട്. തീർച്ചയായും മനു, പണപ്പെരുപ്പം 2 മാസങ്ങളായി, അതായത് ജനുവരിയിലും ഫെബ്രുവരിയിലും എടുത്തു പറയേണ്ടത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിലെ മാസങ്ങളിൽ കൃത്യമായി പണപ്പെരുപ്പം നിയന്ത്രിച്ച് നിർത്താനാകുന്നു എന്നത് വലിയൊരു നേട്ടം തന്നെയായി കണക്കാക്കേണ്ടതുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 5.1 എന്നതിന് 5.09 ഈ കഴിഞ്ഞ മാസവും, അതായത് ഫെബ്രുവരി മാസത്തിലും പണപ്പെരുപ്പ് നിരക്ക് രേഖപ്പെടുത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ആ വിലവർദ്ധനവ് 0.33 മാത്രമാണ് ഈ മാസമുണ്ടായത്. അതായത് വളരെ കാര്യക്ഷമമായൊരു മാറ്റം അല്ലെങ്കിൽ വലിയൊരു മാറ്റം ഭക്ഷ്യോൽപ്പന്ന വിലവർദ്ധനവിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ കൂടുതൽ ശക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉൽപ്പാദന വർധനവിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കഴിഞ്ഞ 10 വർഷമായി നിക്ഷേപ രംഗത്തെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ തന്നെയാണ് അത്. പശ്ചാത്തല വികസന സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളിലുമെല്ലാം തന്നെ കാര്യമായ നിക്ഷേപം, വൻതുക നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 30 കിലോമീറ്റർ ദേശീയപാത ഒരു ദിവസം നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയ നിക്ഷേപങ്ങൾ നടക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ നിക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന് അഡീഷനായ ഉത്പാദനം സ്വാഭാവികമായും ഉണ്ടാവുകയും ഉത്പാദനം ഉണ്ടാകുന്നതിന് അനുബന്ധമായി തന്നെ ഈ ചരക്കുകളുടെ നശിച്ചു പോകുന്ന സാധ്യത വളരെയധികം കുറയുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഈ പ്രശ്നങ്ങൾ രണ്ടും ഒരേ സമയം അഭിസംബോധന ചെയ്യപ്പെടുമ്പോഴാണ് ഈ വിലവർദ്ധനവ് കാര്യക്ഷമമായി പിടിച്ചു നിർത്താൻ സാധിക്കുന്നത്. ഉൽപ്പാദന രംഗത്ത് കാര്യമായ ഇടപെടൽ നടത്തുന്നത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചതും അതുപോലെ തന്നെ വിലവർദ്ധനവ് നിയന്ത്രിക്കുന്നതിനുള്ള കേന്ദ്ര നടപടികൾ കൃത്യമായി നടപ്പിലായതുമാണ് ഈ പണപ്പെരുപ്പ നിരക്ക് ജനുവരിയിലും ഫെബ്രുവരിയിലും ഒരേ നിരക്കിൽ തുടരാൻ കാരണം. ശരി, ഐസൻ ജോസാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.